എൻ്റെ ആ സുഹൃത്തിൻ്റെ പേര് ശ്രീമതി പണ്ടു സിന്ധു. അപ്പോൾ ഇതാണ് സിന്ധുവിൻ്റെ കാറ്. ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. വിശേഷണങ്ങൾക്കൊക്കെ അതീതയായ ഒരു സുഹൃത്താണ്. അപ്പോൾ ഇനി കൂടുതൽ മുഖവരകളൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന എൻ്റെ ആ സുഹൃത്തിൻ്റെ പേര് ശ്രീമതി പണ്ടു സിന്ധു. നമസ്കാരം. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ സിന്ധു. വെറും സിന്ധു അല്ല, പണ്ടു സിന്ധു. ഇപ്പോഴാരാ? ഇപ്പോഴും സെയിം തന്നെയാണ്. സെയിം തന്നെയാണ്. പണ്ടു സിന്ധു എന്ന് പറയുന്നത് അത് ഇറ്റ്സ് എ തെലുഗു നെയിമാണ് ബക്രുചേട്ടാ. തെലുഗു നെയിമാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ആണ് അതിൻ്റെ അർത്ഥം. ഫ്രൂട്ട്സ്. പണ്ടു സിന്ധു എന്ന് പറയുന്ന പേരിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതെന്താണ്, ഫ്രൂട്ട്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നോ? അങ്ങനെ ഒരു പേര് വരാനായിട്ടുള്ള കാരണം എന്താ? കുട്ടിക്കാലത്ത് ഞാൻ ജനിക്കുമ്പോൾ നല്ല തടിച്ച് തുടുത്തുള്ളത് കൊണ്ട് അച്ഛന് ഫ്രൂട്ടിൻ്റെ പോലെ തോന്നി. അപ്പോൾ അച്ഛൻ ആ സിന്ധുവിൻ്റെ മുമ്പിൽ പണ്ടുന്ന് ആഡ് ചെയ്തതാണ് അച്ഛൻ ആ രീതിയിൽ. പക്ഷേ ഇറ്റ്സ് എ ലക്കി നെയിമായി മാറി എനിക്ക്. എന്ന് പറഞ്ഞാൽ ഒരു റെയർ നെയിമായി പോയി. എവിടെയും എന്നെ പണ്ടു സിന്ധു ഇതെന്താ. കുറേ പേര് ചേട്ടൻ ചോദിക്കുന്ന പോലെ തന്നെ പണ്ട് സിന്ധു ആണ്, ഇപ്പം എങ്ങനെയാ എന്നൊക്കെ ചോദിക്കും. സിന്ധുവിൻ്റെ ഇപ്പോൾ എന്താ പറയുന്നത് ജോലി, അതുപോലെ തന്നെ ഇപ്പോൾ സിന്ധു ആരാണ്, എന്താണ്, അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അറിയാൻ വേണ്ടി. ഞാനിപ്പോൾ നിലവിൽ ഗവൺമെൻറ് സെർവൻ്റ് ആണ്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പെർഫോമൻസ് ഓഡിറ്റ് സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇരിഞ്ഞാലക്കുട ആ ഭാഗത്ത് 13 പഞ്ചായത്തുകളുടെ ചുമതലയുള്ള ആളാണ്. അതായത് 13 പഞ്ചായത്തുകളുടെ ചുമതലയുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? കാരണം സിന്ധു ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നടക്കാനുള്ള പ്രയാസമുണ്ട്. അതെന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു എനിക്ക് സ്കൂള് എന്ന ഓർമ്മ എപ്പോഴും ഓപ്പറേഷനും പേടിയാണ്. ഹോസ്പിറ്റലും 3 വയസ്സിൽ 3-3.5 വയസ്സിൽ എനിക്ക് പോളിയോ ബാധിച്ചു. അപ്പോൾ പനിച്ച് 2 ദിവസമായിട്ട് പനി വന്നു. അപ്പോൾ മെഡിസിൻ തന്നു. അവിടെ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു RMP ഡോക്ടർ ഉണ്ടാവും, ഫാർമസിസ്റ്റ്. അപ്പോൾ അവരെ പോയിട്ട് കണ്ടു. ജസ്റ്റ് അവർ ഒരു ഇഞ്ചക്ഷൻ തന്നു, പനിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നു. എന്നാലും 2-3 ഡേയ്സ് ആയിട്ട് മാറുന്നില്ല എന്ന്. ഒരു ദിവസം അച്ഛൻ വൈകുന്നേരം തിരിച്ചു വന്ന് മോളെ വെള്ളം കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് മണിക്കുട്ടി എന്നാണ് വിളിക്കുക. അപ്പോൾ എനിക്കിനില്ല, എനിക്കാ നോക്കുന്നുണ്ട്, കടന്ന് ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങുകയാണെന്നാണ് പറഞ്ഞ അച്ഛൻ. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് എടുത്ത് പൊന്തിക്കുമ്പോൾ 2 കാലിങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം 3 വയസ്സ് വരെ. അപ്പോൾ സിന്ധുവിന് 13 പഞ്ചായത്തിൻ്റെ ചുമതല എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ചുമതലയല്ല. കാരണം എല്ലായിടത്തും ഓടിയെത്തണം, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഈ ഒരു വീൽ ചെയറിലിരുന്ന് ചെയ്യും എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ഇതിപ്പം ഒരു താൽക്കാലികമായിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി ഈ പുള്ളിക്കാരി കൊണ്ടു കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നടക്കും, അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന ഒരാളാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ ഇതിൽ പരിചയപ്പെടുത്താനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഏതാണ്ട് 4ഓളം വാഹനങ്ങൾ പുള്ളിക്കാരി ഓടിക്കും. അതായത് കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും, പിന്നെ ഇപ്പോൾ ഈ എന്താ പറയുക ബീച്ചിലൊക്കെ ആൾട്ടീരിയൻ വെഹിക്കിൾ, ബഗ്ഗി. ഇനിയിപ്പോൾ മിക്കവാറും ഹെവി വെഹിക്കിൾസ് എടുക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈസൻസ് എടുക്കാനുള്ള ഒരു പ്രയാണത്തിലാണ് പുള്ളിക്കാരി. അപ്പം ജീവിതത്തോട് പല പല കാര്യങ്ങളിലും പൊരുതിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിന്ധുവിനോട് കൂടുതൽ ബഹുമാനവും താല്പര്യവും നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതാണ് സിന്ധുവിൻ്റെ കാറ്. ഈ കാറിലാണ് സിന്ധു ഒരുപാട് യാത്ര ചെയ്യുന്നത് അല്ലേ? ഇത് മാരുതി ആൾട്ടോ. ഇത് കമ്പനിയിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണോ? അല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യിപ്പിച്ചതാണ്. തൃശ്ശൂർ ഒരു ജോസ് ഏട്ടൻ എന്ന് പറഞ്ഞ ആൾ മോഡിഫൈഡ് വെഹിക്കിൾ, ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് വെഹിക്കിൾസിൻ്റെ ലൈസൻസ് കൂടി എടുത്ത ആളാണ്. ആളുടെ കയ്യിൽനിന്നാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ വണ്ടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും അതും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതകളും ഈ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നതെന്നും സിന്ധുവിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ വണ്ടിയുടെ സെറ്റപ്പ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് സിന്ധുവിൻ്റെ വണ്ടി. ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്സിലേറ്ററും ബ്രേക്കും ഈ ലിവറാണ്. അതെ, ഇതാണ് റോഡ്. അപ്പോൾ ഇതിൽ ആക്സിലേറ്റർ എങ്ങോട്ട്? ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അമർത്തി പിടിച്ച് ഇത്തിരി സ്ട്രെസ് കൊടുക്കണം. അമർത്തി പിടിച്ച് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് ആക്സിലേറ്റർ ആണ് മുകളിലേക്ക്. ഇതേ റോഡ് അമർത്തി പിടിച്ച് താഴേക്ക് നമ്മൾ താഴേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 10 വിരലും എൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 10 വിരലും മാത്രമല്ല, ഒരു കൈ സ്റ്റിയറിംഗ് ബാലൻസ് ആണ് എപ്പോഴും വേണ്ടത്. അതായത് സാധാരണ ഡ്രൈവർമാർക്ക് 2 കൈ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൈയേ ഉണ്ടാവുള്ളൂ, ഒരു കൈ എപ്പോഴും ഇതിൽ വേണം. അപ്പൊ ഈ ഒരൊറ്റ കൈയിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് സ്റ്റിയറിംഗിന്റെ. ഞാനിപ്പോ വളരെ ത്രില്ലടിച്ചിരിക്കുക. കാരണം സിന്ധു എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കുന്നതെന്ന് കാണാനുള്ള ഒരു വലിയ കൗതുകമുണ്ട്. അപ്പോൾ നമുക്ക് സിന്ധുവായിട്ടൊരു ഡ്രൈവിന് പോകും. എത്ര വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? വണ്ടി ഓടിക്കാൻ 7 ഇയേഴ്സ് ആയി. 7 ഇയേഴ്സ് എബോ ആയി. ഇതിക്ക് മുമ്പ് എനിക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും എന്നെ കൊണ്ടുപോകണം. പക്ഷെ ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരെ കൊണ്ടുപോകാനുള്ള ഒരു വരുമ്പോൾ അത് ഒരു വിൽ പവർ ആണല്ലോ നമുക്ക്. ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്തത് പത്തനാപുരം ഗാന്ധി ഭവനിൽ എനിക്കൊരു ഭിന്നശേഷിക്കാരുടെ പ്രതിഭ അവാർഡിന് അവിടേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, കൊല്ലം ഇതൊക്കെ പോയിട്ടുണ്ട്, ഡ്രൈവ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പത്തനാപുരം ഗാന്ധിഭവനിൽ പോയ കാര്യവും പറഞ്ഞു, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്.